നമ്മള് 3 സെറ്റുകളിലെ 3 സെറ്റല്ലേ നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുള്ളത് ഇതുവരെയുള്ള ഡാറ്റയില് ഒരു കാറിന്റെയും ട്രെയിനിന്റെയും വരുന്നൊരു കേസും പിന്നെ നമ്മൾ മോഡൽ മൊബൈൽ ഫോണുകളുടെ മോഡൽ പറയുന്ന ഒരു ചോദ്യം 2 ചെയ്തുള്ളൂ അല്ലേ? ഇത് 3ാമത്തെ. യെസ്, ഈ ചോദ്യമല്ലേ ഞാൻ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി തന്നിട്ടുണ്ടായിരുന്നേ? യെസ്, ഓക്കെ, നമുക്ക് തുടങ്ങാം. ടേബിൾ കണ്ടിട്ട് പേടിക്കൊന്നും വേണ്ട. കുറച്ച് പെർസെൻറ്റേജ് ഓഫ് ഇൻക്രീസ് പോലത്തെ സാധനങ്ങൾ കുറച്ചധികം കാണാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ആദ്യ വായനയിൽ തന്നെ മനസ്സിലാവും. കുറച്ച് ഡാറ്റയുടെ ക്വസ്റ്റ്യൻസ് കണ്ട ഒരു ഇതിൽ നമുക്ക് പറയാം പെർസെൻറ്റേജ് ഒത്തിരി കാണാനുള്ള ചോദ്യമാണ് എന്നുള്ളത്. നോക്കാം നമുക്ക്. ആസ് യൂഷ്വൽ നമ്മൾ എന്ത് ചെയ്യണം, എൻ്റെ കൂടെ ചെയ്യാട്ടോ. ചെയ്യുന്ന സമയത്ത് ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുള്ളവർ, ഞാൻ ആദ്യമേ തന്ന ചോദ്യമാണ്, ചെയ്ത് കഴിഞ്ഞിട്ടുള്ളവർ ഞാൻ ചെയ്യുമ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്കുകളോ കാര്യങ്ങളോ പറ്റുന്നുണ്ടെങ്കിൽ പറയാം. ഓക്കെ, ചോദ്യം വായിക്കാം. ദ ഫോളോയിങ് ടേബിൾ ഷോസ് നെറ്റ് നാഷണൽ ഇൻകം ഇൻ lakh crore and per capita net national income in thousands of India during the 5-year period from the year 2015-16 to 2019-20. Based on the data in the table, answer the question that follow. 2015-16 സാമ്പത്തിക വർഷം മുതൽ 2019-20 സാമ്പത്തിക വർഷം വരെയുള്ള 5 വർഷ കാലയളവിൽ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന നാഷണൽ ഇൻകം, നെറ്റ് നാഷണൽ ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കുറയ്ക്കാനുള്ളതൊക്കെ കുറച്ച്, നാഷണൽ ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ എന്താ പറയാ എക്സ്പെൻസുകളും കുറയ്ക്കാനുള്ളതൊക്കെ കുറച്ച് അവസാനം നമ്മുടെ കയ്യിലുള്ള ഇൻകത്തിലേക്ക് വരാനുള്ളതൊക്കെ വന്ന് കാൽക്കുലേഷനൊക്കെ കഴിഞ്ഞതിന് ശേഷമുള്ള അവസാനത്തെ ഫിഗർ ആണ് നെറ്റ് നാഷണൽ ഇൻകം എന്ന് പറയുന്നത് രാജ്യത്തിന്റെ. ഓക്കെ, അപ്പൊ ആ നെറ്റ് നാഷണൽ ഇൻകം ഓരോ സാമ്പത്തിക വർഷവും ഉണ്ടായിരുന്ന 1,00,000 കോടി രൂപയാണ്. 122 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2015-16 122 നെറ്റ് നാഷണൽ ഇൻകം ഉണ്ട് എന്ന് പറയുമ്പോൾ ഈ ടേബിൾ പ്രകാരം 122 ലക്ഷം കോടി എന്നാണ് അതിനർത്ഥം. ഓക്കെ, ഇനി പെർ ക്യാപിറ്റ നെറ്റ് നാഷണൽ ഇൻകം തന്നിട്ടുണ്ട്. പെർ ക്യാപിറ്റ എന്ന് പറഞ്ഞാൽ പെർ ഹെഡ് ഏകദേശം എത്രയുണ്ട് എന്നുള്ളതാണ്. ഒരാൾക്ക് ഏകദേശം എത്ര നാഷണൽ ഇൻകം കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. 95,000 ആണ് പെർ ഹെഡ് 2015-16 കിട്ടിക്കൊണ്ടിരിക്കുന്ന, അതായത് ഇൻകത്തിന്റെ എല്ലാ സോഴ്സുകളും കാൽക്കുലേറ്റ് ചെയ്തതിനു ശേഷം ഒരു ആവറേജ് എന്നുള്ള രീതിയിലേക്ക് എടുക്കാം. അപ്പോഴും ആ കണക്കിൽ നമ്മൾ സാധാരണക്കാരൊന്നും വരുന്നില്ല എന്നുള്ളതാണ്. അത് വേറെ കഥ, അത് വേറെ പൊളിറ്റിക്സ്. എനിവേ ഇതാണ് കണക്ക് എന്നുള്ളതാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾ താഴെ തന്നിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്യണം, ആ ചോദ്യങ്ങളുടെ ആൻസർ ഫൈൻഡ് ചെയ്യണം. നോക്കാം നമുക്ക്. ആദ്യത്തെ ചോദ്യം, ഇൻ വിച്ച് ഇയർ ദ പെർസെൻറ്റേജ് ഇൻക്രീസ് ഇൻ ദ നെറ്റ് നാഷണൽ ഇൻകം ഓവർ ദ പ്രീവിയസ് ഇയർ വാസ് മാക്സിമം? താഴെ തന്നിരിക്കുന്ന ഏത് സാമ്പത്തിക വർഷത്തിലാണ് നെറ്റ് നാഷണൽ ഇൻകം എടുക്കുമ്പം അതിന്റെ തൊട്ട് മുമ്പത്തെ വർഷവുമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുമ്പം ശതമാന വർധനവ് മാക്സിമത്തിൽ എത്തിയിട്ടുള്ളത്? പെർസെൻറ്റേജ് ഇൻക്രീസ് അതിന്റെ മാക്സിമത്തിലുള്ളത് പ്രീവിയസ് ഇയറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നെറ്റ് നാഷണൽ ഇൻകം ത്തിന്റെ ശതമാന വർധനവ് മാക്സിമം നിൽക്കുന്നത്, വർദ്ധിച്ചതിന്റെ തോതെടുക്കുമ്പം അത് മാക്സിമത്തിലുള്ളത് ഏത് വർഷമാണ് എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ഓപ്ഷനിലുള്ള 4 വർഷത്തെയും പെർസെൻറ്റേജ് ഓഫ് ഇൻക്രീസ് ഒത്തിരി കാണാനുള്ള ഒരു ചോദ്യമാണ്. 4 ഓപ്ഷനുകളെയും കാൽക്കുലേറ്റ് ചെയ്ത് 4 ഓപ്ഷനുകളുടെയും 4 സാമ്പത്തിക വർഷങ്ങളുടെയും പെർസെൻറ്റേജ് ഓഫ് ഇൻക്രീസ് കാണണം. അപ്പൊ പെർസെൻറ്റേജ് ഓഫ് ഇൻക്രീസ് ഇതിനു മുമ്പ് നമ്മൾ പറഞ്ഞിട്ടില്ല എന്നാണ് എൻ്റെ ഓർമ്മ. പെർസെൻറ്റേജ് ഓഫ് ഇൻക്രീസ് കാണാൻ ഒരു ഇക്വേഷൻ ഉണ്ട്. അതായത് ശതമാന വർധനവ് എത്രയാണ്. പെർസെൻറ്റേജ് ഓഫ് ഇൻക്രീസ് കാണാനും പെർസെൻറ്റേജ് ഓഫ് ഡിക്രീസ് കാണാനും ഒരേ ഇക്വേഷൻ ആണ്. ആ ഇക്വേഷൻ ഇങ്ങനെയാണ്, പഠിച്ചു വെക്കുക. ഒരുപാട് വട്ടം നമുക്ക് ഡാറ്റയിൽ വേണ്ടതാണ്. ന്യൂ വാല്യൂ, ഇതില്ലാത്തൊരു ഡാറ്റയുടെ ചോദ്യം വളരെ അപൂർവമായേ ചോദിക്കാറുള്ളൂ. ന്യൂ വാല്യൂ മൈനസ് ഓൾഡ് വാല്യൂ ഡിവൈഡഡ് ബൈ ഓൾഡ് വാല്യൂ ഇൻറ്റു 100. പെർസെൻറ്റേജ് ഓഫ് ഇൻക്രീസും പെർസെൻറ്റേജ് ഓഫ് ഡിക്രീസും കാണാനുള്ള ചോദ്യമാണ്, ഇക്വേഷൻ ആണ്. അപ്പൊ സ്വാഭാവികമായും ഇതിൽ ഓരോന്നിനെടുത്തിട്ടും ഓരോന്നിനെടുത്ത് നമുക്ക് കാണേണ്ട സാധനങ്ങളെ ഇവിടെ ഇങ്ങനെ എഴുതാട്ടോ. 2015-16 സാമ്പത്തിക വർഷം നമുക്ക് ശരിക്കും കാണേണ്ട ആവശ്യമില്ല അല്ലെ, കാരണം 4 ഓപ്ഷനുകളിൽ മാത്രം കണ്ടാ പോരെ. വായിക്കണ്ടേ, ന്യൂ വാല്യൂ മൈനസ് ഓൾഡ് വാല്യൂ ഡിവൈഡഡ് ബൈ ഓൾഡ് വാല്യൂ ഇൻറ്റു 100. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ന്യൂ വാല്യൂ എന്ന് പറഞ്ഞാൽ പുതിയ ഡാറ്റ, ഓൾഡ് വാല്യൂ എന്ന് പറഞ്ഞാൽ പഴയ ഡാറ്റ. എന്താന്ന് പറഞ്ഞുതരാം. കിട്ടിയ ഉത്തരത്തിൽ നമുക്ക് ഇവിടെ ഇങ്ങനെ ഇതിലിങ്ങനെ എഴുതാട്ടോ. ഇവിടെ ഇങ്ങനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് വെക്കാം. ഓരോ വർഷത്തിന്റെയും പെർസെൻറ്റേജ് ഓഫ് ഇൻക്രീസ് എഴുതാം. കണ്ടുപിടിച്ചിട്ട് അവിടെ എഴുതാം നമുക്ക്. ഇല്ലെങ്കിൽ മൊത്തത്തിൽ ചാറും, അതായിപ്പോ മൊത്തത്തിൽ അലമ്പായിപ്പോ.
ഓക്കെ, നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. ഈ ഇക്വേഷൻ വെച്ചാണ് നമ്മൾ ഓരോ വർഷത്തിന്റെയും എന്ത് കാണേണ്ടത്, പെർസെന്റേജ് ഓഫ് ഇൻക്രീസ് കണ്ടത്. നമ്മൾ ആദ്യം 2019-20 തുടങ്ങാം. അപ്പൊ 19-20 പെർസെന്റേജ് ഓഫ് ഇൻക്രീസ് കാണുമ്പം ശതമാന വർധവിന് മുൻവർഷത്തേക്കാൾ എത്രയുണ്ടായി എന്നുള്ളതാണല്ലോ. അപ്പൊ 19-20 ശതമാന വർധനവ് കാണാൻ നമുക്ക് 18-19 ഡാറ്റ കൂടി വേണം, എത്ര കണ്ട് ഇൻക്രീസ് ചെയ്തു എന്നറിയാം. അപ്പോൾ 2019-2020 കാലഘട്ടത്തിലെ പെർസെന്റേജ് ഓഫ് ഇൻക്രീസ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ന്യൂ വാല്യൂ എന്ന് പറയുന്നത് ആ സാമ്പത്തിക വർഷമായിരിക്കും. 19-20 ശതമാന വർധനവാണ് കാണുന്നതെങ്കിൽ ന്യൂ വാല്യൂ എന്ന് പറയുന്നത് 19-20 ആയിരിക്കും. 2019-2020 ടേബിൾ പ്രകാരം നെറ്റ് നാഷണൽ ഇൻകം 177 ആണ്. ഓക്കെ, അത് മൈനസ് ന്യൂ വാല്യൂ മൈനസ് ഓൾഡ് വാല്യൂ എന്ന് പറഞ്ഞാൽ മുൻ വർഷത്തെ തൊട്ട് മേലെയുള്ള വർഷത്തെ ഇത് എന്നുള്ള ഓൾഡ് വാല്യൂന്റെ അർത്ഥം. 2019-20 തൊട്ട് മേലെയുള്ള വർഷം 2018-19 ആണ്, അത് 167 ആണ്. ഓക്കെ, 167 ആണ്. യെസ്, 177 മൈനസ് 167 ഡിവൈഡഡ് ബൈ ഓൾഡ് വാല്യൂ എന്ന് പറഞ്ഞാൽ 18-19 പഴയ വർഷത്തെ ഡാറ്റ 167 ഇൻറ്റു 100 എന്ന് കിട്ടും. ഓക്കെ, 177 167 കുറച്ച് 10 ബാക്കി ഉണ്ടാവുക. ഓക്കെ, 10 ബാക്കി ഉണ്ടാവുക. 10 ഇൻറ്റു 100 ചെയ്യുമ്പം 2 0 എക്സ്ട്രാ വരും, ഡിവൈഡഡ് ബൈ 167. 1000 നിന്ന് എത്ര 167 എടുക്കാമെന്നുള്ളതാണ്. 1000-നെ 167 കൊണ്ട് ഹരിക്കലാണ്. 1000-നെ 167 കൊണ്ട് ഹരിക്കുന്ന സമയത്ത് നമുക്ക് കിട്ടും, ഓൾറെഡി ഞാൻ അവിടെ ചെയ്തു വെച്ചോണ്ട് എഴുതാണ്, 5.98 എന്ന് കിട്ടും. 5.98 ചെയ്ത് കാണിക്കണമെങ്കിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ മതി, ഹരിച്ച് കാണിക്കണമെങ്കിൽ ഹരിച്ച് കാണിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്തു പോവാം. ഇങ്ങനെ മതി, നമുക്ക് പിന്നെ ചെയ്യാം. ബാക്കിയുള്ളവർ ഓൾറെഡി തന്ന ചോദ്യം ആയതുകൊണ്ടാണ് അങ്ങനെ ചോദിക്കുന്നത്. 1000-നെ 167 കൊണ്ട് എഴുതി ഹരിച്ച് കാണിക്കണോ? ഓക്കെ, ഇനി അപ്പൊ 2019-20 പെർസെന്റേജ് ഓഫ് ഇൻക്രീസ് 5.98 എന്ന് നമ്മളിവിടെ കണ്ടേ. ഇനി ഇതേപോലെ 2018-19 കാണണം. അപ്പൊ ന്യൂ വാല്യൂ എന്ന് പറയുന്നത് 2018-19 18-19 ഡാറ്റ ആയിരിക്കും. അതായത് 167 മൈനസ് ഓൾഡ് വാല്യൂ എന്ന് പറഞ്ഞാൽ 18-19 തൊട്ട് മേലെയുള്ള വർഷം, അത് പറഞ്ഞു കഴിഞ്ഞാൽ 17-18 ആണ്. 2017-18 ആണ് തൊട്ട് മേലെയുള്ള വർഷം. അവിടെ 151 ആയിരുന്നു. 167 ന്യൂ വാല്യൂ മൈനസ് ഓൾഡ് വാല്യൂ ഡിവൈഡഡ് ബൈ ഓൾഡ് വാല്യൂ ഇൻറ്റു 100 എന്ന് കിട്ടും. 167-ന്ന് 151 കുറച്ച് കിട്ടിയ ഉത്തരത്തെ 100 കൊണ്ട് ഗുണിക്കുമ്പം നമുക്കൊരു ഉത്തരം കിട്ടും. അതിനെ 151 കൊണ്ട് ഹരിക്കുമ്പം നമുക്ക് കിട്ടുന്ന ഉത്തരം 10.59 എന്നായിരിക്കും. ചെയ്ത് കാണിക്കണമെങ്കിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ മതി കേട്ടോ, ചെയ്ത് കാണിക്കും. ഓക്കെ, ഇനി അപ്പൊ ആദ്യത്തെ വർഷം ഓപ്ഷൻ എൻ്റെത് ഇതാണ്, ഓപ്ഷൻ ബിന്റെ പെർസെന്റേജ് ഓഫ് ഇൻക്രീസ് ഇതാണ്. ഇനി നമ്മൾ ഓപ്ഷൻ സിയിലേക്ക് വരാണ്, സി ഓപ്ഷനിലേക്ക് വരാണ്. സി ഓപ്ഷനിൽ 2017-18 പെർസെന്റേജ് ഓഫ് ഇൻക്രീസ് കാണാനാണ് പറയുന്നത്. 2017-18 151 ന്യൂ വാല്യൂ എന്ന് പറഞ്ഞാൽ 151. ഓൾഡ് വാല്യൂ എന്ന് പറഞ്ഞാൽ തൊട്ട് മേലെയുള്ള വർഷം, അതായത് 16-17 മൈനസ് 136 ഡിവൈഡഡ് ബൈ ഓൾഡ് വാല്യൂ ഇൻറ്റു 100. 151-ൽ നിന്ന് 136 കുറച്ച് അതിനെ 100 കൊണ്ട് ഗുണിച്ച് 136 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഉത്തരം എന്ന് പറയുന്നത് 11.02 ആയിരിക്കും. ഓക്കെ, 11.02 ആയിരിക്കും. അപ്പൊ ഓപ്ഷൻ സി കിട്ടിയേ. ഇനി നമുക്ക് ഓപ്ഷൻ ഡിയും കൂടി കണ്ടാൽ മതി. ഡി കാണാണ്. ഡി കാണുമ്പോൾ 2016-17 ആണ്. 16-17 136 ആണ് അല്ലെ വന്ന നെറ്റ് ഇൻകം. ഇപ്പൊ ന്യൂ വാല്യൂ മൈനസ് ഓൾഡ് വാല്യൂ എന്ന് പറയുമ്പോൾ തൊട്ട് മേൽ വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2015-16 122 ഡിവൈഡഡ് ബൈ ഓൾഡ് വാല്യൂ ഇൻറ്റു 100 ഇതാണ് കേസ് എന്ന് പറഞ്ഞാൽ 136-നെ 136-ന്ന് 122 കുറച്ച് കിട്ടിയ ഉത്തരത്തെ 100 കൊണ്ട് ഗുണിച്ച് 122 കൊണ്ട് ഹരിക്കുമ്പോ കിട്ടുന്ന ഉത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 11.47 ആയിരിക്കും. നമ്മളോട് ചോദിച്ചത്
ഏത് വർഷമാണ് പെർസെൻറ്റേജ് ഓഫ് ഇൻക്രീസ് മാക്സിമത്തിലുള്ളത് എന്നാണ് ചോദ്യം. അപ്പൊ നോക്കുമ്പോൾ 5.98 വലുതാണ് 10.59, അതിനേക്കാൾ വലുതാണ് 11.02, അതിനേക്കാളൊക്കെ വലുതാണ് 11.47. സോ ദിസ് വിൽ ബി ഓപ്ഷൻ ഡി വിൽ ബി ദ മാക്സിമം. ചെയ്യാമോ? ഏതാണ് ചെയ്യേണ്ടത്? ഏത് കാൽക്കുലേഷൻ ആണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്കത് അങ്ങനെ ചെയ്തു പോവാം. ഏത് ഓപ്ഷന്റെ കാൽക്കുലേഷൻ ആണ് ചെയ്യേണ്ടതെന്നൊന്ന് പറഞ്ഞാൽ ക്ലിയർ ആയി. ഓക്കെ ഓക്കെ ഓക്കെ. സോ ഓപ്ഷൻ ഡി വിൽ ബി ദ റൈറ്റ് ആൻസർ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. അത് എത്ര ചെറുതാണെങ്കിലും നമ്മൾ ഓൾറെഡി ഒത്തിരി കാൽക്കുലേഷൻസും ഹരിക്കലും ഗുണിക്കലും ഒക്കെ ചെയ്തത് കൊണ്ടാണ് ഈ ഒരു മൂന്നാമത്തെ സെറ്റിലേക്ക് വന്ന സമയത്ത് ഹരിക്കൽ വീണ്ടും സ്പ്ലിറ്റ് ചെയ്ത് ചെയ്യാതിരുന്നത്. ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യാം. എവിടെയെങ്കിലും ബ്ലോക്ക് ആയിട്ടുണ്ട്, എവിടെയെങ്കിലും ഡൗട്ട് വന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെ ആ ഒരു ഇക്വേഷൻ വന്നു എന്നുള്ള സംഭവങ്ങൾ ഉണ്ടെങ്കിൽ ഒന്ന് ചോദിക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് ജമ്പ് ചെയ്യാം. സെയിം ഇക്വേഷൻ ഡിക്രീസ് ആവുമ്പോൾ സംഭവിക്കുക എന്താ വെച്ച് കഴിഞ്ഞാല് ചെറുതെന്ന് വലുതാ കുറയ്ക്കേണ്ടി വരിക. പെർസെൻറ്റേജ് ഡിക്രീസ് എന്ന് പറഞ്ഞപ്പോൾ ആലോചിച്ച് നോക്കാം. 2019-20 എടുക്കാണ്. 2019-20 പെർസെൻറ്റേജ് ഓഫ് ഡിക്രീസ് ഉണ്ടാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2018-19 ഉണ്ടായിരുന്ന ഡാറ്റയേക്കാൾ കുറഞ്ഞ ഡാറ്റ ഉണ്ടാവുക എന്നുള്ളതാണല്ലോ അതിനർത്ഥം. 2018-19 150 ആണെന്ന് വിചാരിക്കുക, 2019-20 140 ആണെന്ന് വിചാരിക്കുക. അവിടെ പെർസെൻറ്റേജ് ഓഫ് ഇൻക്രീസ് അല്ല, പെർസെൻറ്റേജ് ഓഫ് ഡിക്രീസ് ആണ് ഉണ്ടായെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം. 150 140 ആയി ഡിഡ്യൂ എന്നതാണ് സംഭവിച്ചത്. അപ്പൊ അത് എത്ര ശതമാനം എന്ന് കാണാൻ എന്ത് ചെയ്താൽ മതി? ന്യൂ വാല്യൂ എന്ന് പറയുമ്പോൾ ഇവിടെ 140 ഓൾഡ് വാല്യൂ, 150 കുറയ്ക്കുന്നത്. ചെറുതെന്ന് വലുത് കുറയ്ക്കുമ്പോൾ മൈനസ് വാല്യൂ ആണ് കിട്ടുക. ആ നെഗറ്റീവ് വാല്യൂ കിട്ടുന്നത് തന്നെയാണ് അത് പെർസെൻറ്റേജ് ഓഫ് ഡിക്രീസ് ആണ് എന്നുള്ളതിന്റെ തെളിവ്. പക്ഷെ നമ്മൾ ചെയ്തു വരുന്ന സമയത്ത് ആ നെഗറ്റീവ് ഇട്ട് കളിക്കൊന്നും വേണ്ട. വലുതെന്ന് ചെറുത് കുറച്ചിട്ട് നമ്മളെ മനസ്സിൽ വെച്ചാൽ മതി അത് ഡിക്രീസ് ആണ് എന്നുള്ളത്. ചെറുതെന്ന് വലുത് കുറയ്ക്കേണ്ട സന്ദർഭമാവുമ്പോൾ മനസ്സിലുണ്ടായാൽ മതി അത് പെർസെൻറ്റേജ് ഓഫ് ഡിക്രീസ് ആണെന്ന്. നിങ്ങൾ കണക്ക് ചെയ്യുമ്പോൾ വലുതെന്ന് ചെറുത് കുറച്ച് ചെയ്താൽ മതി. പിന്നെ ഓപ്ഷൻ്റെ അകത്ത് പെർസെൻറ്റേജ് ഓഫ് ഇൻക്രീസ് ആണോ ഡിക്രീസ് ആണോ എന്ന് ചോദിക്കുന്ന ഓപ്ഷനുകൾ ഉണ്ടാവാറുണ്ട്. ആ സമയത്തും മനസ്സിൽ ഉണ്ടാവണം ഇത് ഡിക്രീസ് ആണ് ഇൻക്രീസ് അല്ല എന്നുള്ളത്. ചെയ്യുമ്പോൾ വലുതെന്ന് ചെറുത് കുറച്ച് ചെയ്താൽ മതി. ഓക്കെ, ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ചോദിച്ചേ ആണ്. പക്ഷെ നമ്മളത് ചെയ്ത് വരുമ്പോള് ഒരു കണക്ക് ചെയ്യാൻ പറ്റും. 150 140 കൊണ്ട് ചെയ്ത് കാണിക്കാൻ പറ്റും ജസ്റ്റ്? ഓ ചെയ്യാലോ. ഇതൊക്കെ ഒന്ന് വായിക്കണ്ടേ. ഇപ്പൊ സപ്പോസ് നമ്മൾ എടുത്ത് ചോദിക്കാണ് ഈ പെർസെൻറ്റേജ് ഓഫ് ഇൻക്രീസ് ഒന്നും തന്നിട്ടില്ല വിചാരിക്കും. പെർസെൻറ്റേജ് ഓഫ് ഇൻക്രീസ് ഓർ ഡിക്രീസ്, ഇൻക്രീസ് ആണോ ഡിക്രീസ് ആണോ എന്ന് ചോദിക്കുന്ന ഓപ്ഷനുകൾ ഉണ്ടാവും. അതായത് ഓപ്ഷൻ്റെ അകത്ത് ഡിക്രീസ് ഇൻക്രീസ് എന്ന് മാറി മാറി ഉണ്ടാവും. കറക്റ്റ് ഓപ്ഷൻ നമ്മൾ പിക്ക് ചെയ്യേണ്ടി വരും. അപ്പൊ സപ്പോസ് നമ്മൾ വിചാരിക്കാം 2015-16 തന്ന ഡാറ്റ 150, 16-17 140 ആണ് വിചാരിക്കും. ഇത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം എന്ത് സംഭവിച്ചത് ഡിക്രീസ് ആണ്. ചില ഡാറ്റ അങ്ങനെ കാണുമ്പോൾ മനസ്സിലാവുകയില്ല, കുറയ്ക്കുമ്പോഴേ നമുക്ക് മനസ്സിലാവുണ്ടാവുള്ളൂ. അങ്ങനെ പെട്ടെന്ന് അതിനെ കാണുമ്പോൾ ആ തോന്നൽ വന്നില്ല എന്ന് വരും. പക്ഷെ ചെറുതെന്ന് വലുത് കുറയ്ക്കേണ്ടി വരുന്ന സന്ദർഭങ്ങളിലൊക്കെ പുതിയ വർഷത്തിൽ കുറവും പഴയ വർഷത്തിൽ കൂടുതലും ഉണ്ടാവുമ്പോഴാണല്ലോ ഈ പറഞ്ഞ ചെറുതെന്ന് വലുത് കുറയ്ക്കേണ്ടി വരിക. അപ്പൊ പെർസെൻറ്റേജ് ഓഫ് ഡിക്രീസ് ആണ് ഇവിടെ കാണേണ്ടി വരിക. അത് തന്നെയാണ്. കാരണം എന്താ? മുൻ വർഷത്തെ അപേക്ഷിച്ച് കുറവാണ് പുതിയ വർഷം ഉള്ളത്. സെയിം ഇക്വേഷനെ ന്യൂ വാല്യൂ മൈനസ് ഓൾഡ് വാല്യൂ ഡിവൈഡഡ് ബൈ ഓൾഡ് വാല്യൂ ഇൻറ്റു 100. ന്യൂ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ 140 ആണ്. ഓൾഡ് വാല്യൂ എന്ന് പറഞ്ഞാൽ 150 ആണ്. ഓൾഡ് വാല്യൂ എന്ന് പറഞ്ഞാൽ 100 ഡിവൈഡഡ് ബൈ 150 ആണ് ഇൻറ്റു 100 ആണ്. നിങ്ങൾ കുറയ്ക്കണ സമയത്ത് നെഗറ്റീവ് ഇട്ടൊന്നും കുറയ്ക്കണ്ട. കുറയ്ക്കണ സമയത്ത് 150 140 കുറയ്ക്കണ 10 തന്നെ എഴുതിയാൽ മതി. ഇൻറ്റു 100, 2 0 എക്സ്ട്രാ വരും. ഡിവൈഡഡ് ബൈ 150, 0 വെട്ടുന്നു 100നെ 15 കൊണ്ട് ഹരിക്കുന്നു. ഓക്കെ, 100നെ 15 കൊണ്ട് ഹരിച്ചിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന ഉത്തരം എത്രയാണോ ആ ഉത്തരം പെർസെൻറ്റേജ് ഓഫ് ഡിക്രീസ് ആകുന്നു എന്നുള്ളതാണ് അതിന്റെ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. 100ന്റെ അകത്ത് ഏകദേശം 6 15 90 അല്ലേ? 6 15 90 10 ബാക്കി പോയിന്റ് 100 ആക്കുന്നു. 6.666 എന്ന് കിട്ടും. വിച്ച് മീൻസ് 6.6% ശതമാനത്തിൽ ഇടിവ് സംഭവിച്ചിട്ടുണ്ട്, പെർസെൻറ്റേജ് ഓഫ് ഡിക്രീസ് സംഭവിച്ചിട്ടുണ്ട് എന്ന ഉത്തരം കിട്ടാം. ഇക്വേഷൻ വിൽ ബി ദ സെയിം വൺ. ഇൻക്രീസ് ആണോ ഡിക്രീസ് ആണോ എന്നുള്ളത് ഡിപ്പെൻസ് ഓൺ ദ വാല്യൂ. നിങ്ങൾ വലുതെന്ന് ചെറുതാണോ ചെറുതെന്ന് വലുതാണോ കുറയ്ക്കേണ്ടത് എന്നുള്ള സിറ്റുവേഷൻ ആണ് അത് ഇൻക്രീസ് ആണോ ഡിക്രീസ് ആണോ എന്ന് തീരുമാനിക്കുന്നത്.
കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ നിങ്ങൾ വലുതെന്ന് ചെറുതോർ ചെയ്താൽ മതി. നെഗറ്റീവ് എന്ന് പറയുന്ന ആ സൈനിന് ഇവിടെ വലിയ പ്രസക്തിയൊന്നുമില്ല. മൂവ് ചെയ്യട്ടെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക്. Moving to the second question from the set. Yes. What is the average per capita national income in 1,000 rupees per year എന്നാണ് ചോദിച്ചത്. പെർ ക്യാപിറ്റ നെറ്റ് നാഷണൽ ഇൻകത്തിന്റെ ആവറേജ് എത്രയാന്നാ ചോദിച്ചത്. അപ്പൊ നമ്മൾ എന്ത് നോക്കിയാൽ മതി? പെർ ക്യാപിറ്റ നെറ്റ് നാഷണൽ ഇൻകം പറയുന്ന കോളം മാത്രം നോക്കിയിട്ട് അതിന്റെ ആവറേജ് കണ്ടാൽ മതി. ആവറേജ് കാണാനുള്ള ഇക്വേഷൻ എന്താ? ആവറേജ് ഈസ് ഈക്വൽ ടു ടോട്ടൽ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഒബ്സർവേഷൻ. ടോട്ടൽ എന്ന് പറയുമ്പോൾ എന്താ? ഇത് മൊത്തമാണ് കൂട്ടുക. 95 പ്ലസ് 105 പ്ലസ് 115 പ്ലസ് 126 പ്ലസ് 132 കൂട്ടാം. ഓൾറെഡി ഞാൻ കൂട്ടി വെച്ചത് കൊണ്ട് ഇവിടെ എഴുതാണ്. കുട്ടി കാണിക്കണമെങ്കിൽ ഒന്ന് പറഞ്ഞാൽ മതി കേട്ടോ. ഇത് മൊത്തം കൂട്ടുന്ന സമയത്ത് 573 എന്ന് ഉത്തരം കിട്ടും. ഈ 573 നമ്പർ ഓഫ് ഒബ്സർവേഷൻ കൊണ്ട് ഹരിക്കുക. എത്ര ഡാറ്റ ഉണ്ട്? 1 2 3 4 5 5 ഡാറ്റ. 573 5 കൊണ്ട് ഹരിക്കുക. ഓക്കെ, ഒരു 5 5. ഓക്കെ, അത് 0 ആയി. ഒരു 5 5. ഓക്കെ, ഒരു 5 5. 7 5 പോയ 2 2 5 പോലെ 3 താട്ടിറക്കി എഴുതും. 23 4 5 20. ഓക്കെ, 3 ബാക്കി. 0.0 6 5 30 114.6. ഈസി. ഓക്കെ, വലിയ ഡൗട്ട് ഉണ്ടാവാൻ സാധ്യതയില്ലാത്തൊരു ചോദ്യമാണ്. ജസ്റ്റ് ഫൈൻഡ് ദ ആവറേജ് ഫ്രം ദ റോ ഡാറ്റ. കൃത്യമായി ഡയറക്റ്റ് ആയിട്ട് തന്ന ഡാറ്റയിൽ നിന്ന് ആവറേജ് കാണുക എന്നുള്ളൊരു സംഭവം ആ സെറ്റിലെ ഭയങ്കര ഈസിയുള്ള ഒരു ചോദ്യമായിരുന്നു കേട്ടോ അത്. ആദ്യത്തെ രണ്ടെണ്ണം വലിയ കുഴപ്പമില്ല, ഇനി വരുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്. നോക്കാം, നമുക്ക് ചെയ്ത് നോക്കാം. അടുത്തതും വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല, നോക്കാം. മൂവിങ് ടു ദ തേർഡ് ക്വസ്റ്റ്യൻ. With reference to the year 2015-16, the percentage growth in the population of India by the year 2019-20. This is the easiest question എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. With reference to the year 2015-16, 15-16 റെഫർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ 15-16 അടിസ്ഥാനമാക്കി വെക്കുമ്പോൾ 2019-20 ഓക്കെ 2019-20 പോപ്പുലേഷൻ ഗ്രോത്തിൽ ഉണ്ടായിട്ടുള്ള ശതമാന വർധനവ് എത്രയാണെന്നുള്ളതാണ്. പക്ഷെ ഇവിടെ വേറെ പ്രശ്നമുണ്ട്. നമുക്ക് പോപ്പുലേഷൻ എന്ന് പറഞ്ഞൊരു സാധനം ഇവിടെ ഡാറ്റയായിട്ട് തന്നിട്ടില്ല എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രശ്നം. ഓക്കെ, ആകെ 2 സാധനങ്ങളെ തന്നിട്ടുള്ളൂ. നെറ്റ് നാഷണൽ ഇൻകം, അതായത് രാജ്യത്തിന് മൊത്തം ഉണ്ടായ വരുമാനവും പെർ ഹെഡ് ഉണ്ടായ വരുമാനത്തിന്റെ കണക്കും മാത്രമേ ഇവിടെ ഉള്ളൂ. നമുക്ക് ടേബിളിൽ തന്നിട്ടുള്ളൂ, ചോദ്യത്തിൽ തന്നിട്ടുള്ളൂ. പോപ്പുലേഷൻ എത്രയാ, ജനസംഖ്യ എത്രയാണെന്ന് തന്നിട്ടില്ല. എത്ര ആളുകളിൽ എടുത്ത കണക്കാണെന്ന് തന്നിട്ടില്ല. അപ്പൊ ഈ പോപ്പുലേഷൻ നമ്മൾ കണ്ടുപിടിക്കണം. ഏതൊക്കെ പോപ്പുലേഷൻ നമ്മൾ കണ്ടുപിടിക്കണം എന്നറിയോ? 2015-16 സാമ്പത്തിക വർഷത്തെ പോപ്പുലേഷനും കണ്ടുപിടിക്കണം. 2019-2020 എന്താ പറയാ പോപ്പുലേഷനും ജനസംഖ്യയും നമ്മൾ കണ്ടുപിടിക്കണം. എന്നിട്ട് അതിനെ രണ്ടിനെയും പെർസെന്റേജ് ഓഫ് ഇൻക്രീസ് ഡിക്രീസ് കാണുകയാണ് നമ്മൾ വേണ്ടത്. അപ്പൊ എങ്ങനെയാണ് പോപ്പുലേഷൻ കാണാന്നുള്ളതാണ്. നിങ്ങൾ പണ്ട് പഠിച്ചിട്ടുണ്ടാവും. അതായത് ജോഗ്രഫിയിൽ 9th എനിക്ക് ഓർമ്മ ഉണ്ട്, ഞാൻ 9th പഠിച്ചത്. ഞാൻ 9th ജോഗ്രഫിയിൽ നമ്മളൊരു ഇക്വേഷൻ പഠിക്കാറുണ്ട്. ഓക്കെ, ജോഗ്രഫിയിൽ പോപ്പുലേഷൻ ജനസംഖ്യയെ കുറിച്ച് പഠിക്കുന്ന ചാപ്റ്ററിന്റെ അകത്ത് നമ്മൾ പോപ്പുലേഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ പഠിക്കാറുണ്ട്. ആ ഇക്വേഷൻ ഇങ്ങനെയാണ്. അന്ന് പഠിച്ച സാധനങ്ങൾ ഓർത്തു വെക്കുക. അതായത് നെറ്റ് നാഷണൽ ഇൻകവും പെർ ഹെഡ് നാഷണൽ ഇൻകവും തന്നു കഴിഞ്ഞാൽ അതിൻ്റെ അകത്തുനിന്ന് ജനസംഖ്യ എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അതിനുള്ള ഇക്വേഷൻ നെറ്റ് നാഷണൽ ഇൻകത്തെ, ഓക്കെ നെറ്റ് നാഷണൽ ഇൻകത്തെ, നാഷണൽ എന്ന് എഴുതാണ്. നെറ്റ് നാഷണൽ ഇൻകത്തെ കുറച്ചുകൂടി ഒന്ന് വൃത്തിയായിട്ട് എഴുതല്ലേ. ഓക്കെ, നെറ്റ് നാഷണൽ ഇൻകത്തെ, അതായത് നമ്മുടെ ദ ഫൈനൽ കാൽക്കുലേഷൻ ഓഫ് നാഷണൽ ഇൻകം എന്നുള്ളതാണ്. നെറ്റ് നാഷണൽ ഇൻകത്തെ പെർ ക്യാപിറ്റ ഇൻകം കൊണ്ട് ഹരിച്ചാൽ, പെർ ക്യാപിറ്റ ഇൻകം കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന തുക അല്ലെങ്കിൽ കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് പോപ്പുലേഷൻ ആയിരിക്കും. ഓക്കെ, മൊത്തം രാജ്യത്തിന്റെ വരുമാനത്തെ പെർ ഹെഡ് വരുമാനം കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്നത് ആ വർഷത്തെ ജനസംഖ്യ ആയിരിക്കും എന്നുള്ളതാണ്
എന്താ പറയാ നമ്മള് പോപ്പുലേഷന്റെ ഇത് പഠിക്കണ സമയത്ത് അവിടെയുള്ള ഒരു ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഈ സാധനം അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇത് വെച്ച് നമ്മൾ 2015-16 ജനസംഖ്യ ഒന്ന് കണ്ടുനോക്കാം. 2015-2016 ജനസംഖ്യ നമുക്കൊന്ന് ഇത് വെച്ച് കണ്ടുനോക്കാം. 2015-16 നെറ്റ് നാഷണൽ ഇൻകം 122 ഡിവൈഡഡ് ബൈ അതിനെ ആ വർഷത്തെ പെർ ക്യാപിറ്റ കൊണ്ട് ഹരിക്കുക. 122-നെ 95 കൊണ്ട് ഹരിക്കുന്ന സമയത്ത് 1.28 എന്നാണ് ഉത്തരം കിട്ടുക. ചെയ്ത് കാണിക്കണം. 2019 ഓ 2019 നെറ്റ് നാഷണൽ ഇൻകം എത്തിയിട്ടല്ലേ? ആദ്യം നമ്മൾ പോപ്പുലേഷൻ കാണണം. 2015-16 പോപ്പുലേഷനും 2019-20 പോപ്പുലേഷനും തമ്മിലുള്ള പെർസെന്റേജ് ഓഫ് ഇൻക്രീസ് ആണ് ചോദിക്കുന്നത്. ഓരോന്നും കാണാണ്ട്. പോപ്പുലേഷൻ കാണണം. 2015-16 പോപ്പുലേഷൻ നമ്മൾ കണ്ടു. ഓക്കെ, നെറ്റ് ഇൻകത്തെ പെർ ക്യാപിറ്റ ഇൻകം കൊണ്ട് ഹരിച്ചു. 122-നെ 95 കൊണ്ട് ഹരിക്കുമ്പോൾ 1.28 എന്നാണ് ഉത്തരം കിട്ടുക. ഇതേപോലെ നമ്മൾ 2019-2020 പോപ്പുലേഷനും കൂടി നമ്മൾ കാണണേ. ഇപ്പൊ 2019-2020 177 എന്ത് നാഷണൽ ഇൻകം എന്ന് പറയുന്നത്. ആ വർഷത്തെ പെർ ക്യാപിറ്റ എന്ന് പറയുന്നത് 132 ഇത് ചെയ്യുന്ന സമയത്ത് 177-നെ 132 കൊണ്ട് ഹരിക്കുമ്പോൾ 1.34 എന്നാണ് ഉത്തരം കിട്ടുക. എന്ന് പറഞ്ഞാൽ 1,34,00,000 എന്നുള്ള കണക്കിലേക്കൊക്കെ ഇങ്ങോട്ട് പോകും. അതിന്റെ പോപ്പുലേഷന്റെ എമൗണ്ട് ലൈക്ക് നമ്പർ അങ്ങനെയാണെന്നാണ് പറയാം. 1,28,00,000, 1,34,00,000 എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, അപ്പൊ ഈ രണ്ട് ഡാറ്റയുടെയും പെർസെന്റേജ് ഗ്രോത്ത് മീൻസ് പെർസെന്റേജ് ഓഫ് ഇൻക്രീസ്. കണ്ടോ, വാക്ക് മാറ്റിയെന്നേ ഉള്ളൂ, കോൺസെപ്റ്റ് സെയിം ആണ്. പെർസെന്റേജ് ഓഫ് ഗ്രോത്ത് ഈസ് ഈക്വൽ ടു പെർസെന്റേജ് ഓഫ് ഇൻക്രീസ്. വാക്ക് മാറ്റിയതാണ്, ഇംഗ്ലീഷ് വാക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയതാണ്. ചോദിച്ച സെയിം സാധനമാണ്. പെർസെന്റേജ് ഓഫ് ഇൻക്രീസ് കാണാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു? പെർസെന്റേജ് ഓഫ് ഇൻക്രീസ് കാണാനുള്ള ഇക്വേഷൻ ഓൾഡ് വാല്യൂ ന്യൂ വാല്യൂ മൈനസ് ഓൾഡ് ന്യൂ വാല്യൂ വാല്യൂ മൈനസ് ഓൾഡ് വാല്യൂ ഡിവൈഡഡ് ബൈ ഓൾഡ് വാല്യൂ ഇൻറ്റു 100. ഇത് അപ്ലൈ ചെയ്യുക. ന്യൂ വാല്യൂ എന്ന് പറഞ്ഞാൽ പുതിയ വർഷത്തെ വാല്യൂ. ഇവിടെ പുതിയ വർഷം 2019-2020 ആണ്. 1.34 മൈനസ് 1.28 ഡിവൈഡഡ് ബൈ ഓൾഡ് വാല്യൂ 1.28 ഇൻറ്റു 100. ഇതാണ് ചെയ്യേണ്ടത്. 1.34-ന്ന് 1.28 കുറച്ച് നോക്കാം നമുക്ക്. ഓക്കെ, 1.34 മൈനസ് 1.28 ചെയ്യണേ. 14-ൽ നിന്ന് 8 പോയി കഴിഞ്ഞാൽ 6, 2-ന്ന് 2 പോയാൽ 0, 0.06. ഓക്കെ, 0.06 എന്ന് കിട്ടും. ഈ 0.06-നെ 100 കൊണ്ട് ഗുണിക്കുന്ന സമയത്ത് ഓക്കെ, നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു ഡെസിമൽ ഉള്ള സംഖ്യയെ 100 കൊണ്ട്, ഇപ്പൊ 0.06-നെ 100 കൊണ്ട് ഗുണിക്കുമ്പോൾ ആ രണ്ട് ഡെസിമലും എന്തായി പോവും? നില്ലായി പോയിട്ട്, അതായത് 2 ഡെസിമൽ ഇനിയും ബാക്കോട്ട് വലിയും. ഈ 0-ത്തെ കണക്കാക്കിയിട്ട് 2 പോയിന്റ് ബാക്കോട്ട് വലിയും. അപ്പൊ അത് സാധാരണ സംഖ്യയായ 6 ആയിട്ട് മാറും. ഓക്കെ, 6 ഡിവൈഡഡ് ബൈ 1.28 ആണ് ചെയ്യേണ്ടത്. എന്ന് പറഞ്ഞാൽ 6 ഡിവൈഡഡ് ബൈ 1.28 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 128 ആക്കിയിട്ട് ഹരിച്ചാൽ മതി. ഒന്നുകൂടെ പറയും മിസ്സേ, അതവിടെ ഒരു കൺഫ്യൂഷൻ വന്നേ. 0.06 എങ്ങനെയാണ് 6 ആയത് എന്നാണ്. 0.06-നെ ഡെസിമൽ ഉള്ള ഏത് സംഖ്യയും ഓക്കെ, 2 ഡെസിമൽ ഉള്ള, ഇപ്പൊ 0.01-നെ 100 കൊണ്ട് ഗുണിച്ചാൽ 100-ന് 2 0 ആണുള്ളത്. ഗുണിക്കുമ്പം ഈ പോയിന്റ് ഇങ്ങോട്ട് വലിയും. ഇങ്ങോട്ട് വലിയെന്ന് പറഞ്ഞാൽ ഇവിടെ പോയിന്റ് ഇല്ല, ആ പോയിന്റ് ഇങ്ങോട്ട് മാറിയിട്ട് ഇത് 1 എന്നുള്ളൊരു പൂർണ്ണസംഖ്യ ആയിട്ട് മാറും. 1.00 എന്നായിട്ട് മാറും. 1 ഒരു പൂർണ്ണസംഖ്യ ആയിട്ട് മാറും. അതേപോലെ 0.06-നെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പം ഈ 2 സ്ഥാനം മാറിയുള്ള ഡെസിമലിലെ പോയിന്റ് ഇങ്ങോട്ട് നീങ്ങുമ്പോൾ പിന്നെ 6.00 എന്നായി. അപ്പൊ 6 ഒരു പൂർണ്ണസംഖ്യയായി. 10 കൊണ്ടാണ് ഗുണിക്കുന്നതെങ്കിൽ 0.6 എന്നാവും. ഇവിടെ ഒരു കൺഫ്യൂഷൻ ഒന്നും കൂടെ മാം. അപ്പൊ 1.34 മൈനസ് 1.28 അത് നമ്മൾ മൈനസ് ചെയ്യുമ്പോഴാണ് 0.06 വന്നത് 0.06 കിട്ടുന്നത്. അല്ലെ? എന്നിട്ട് പിന്നെ ഡിവൈഡ് ചെയ്യണ്ടേ 1.28-നായിട്ട്
100 കൊണ്ട് ഗുണിച്ചതിന് ശേഷം ഡിവൈഡ് ചെയ്താൽ മതി. ഇല്ലേ നിങ്ങൾ 0.06 1.28 കൊണ്ട് ഹരിക്കാൻ ബുദ്ധിമുട്ടൂലേ? 100 കൊണ്ട് ഗുണിക്കുമ്പോൾ മേലത്തെ ഓക്കെ. 0.06 പോയിന്റ് മാറി കിട്ടിയല്ലോ. ഇപ്പൊ നമ്മൾ 6നെ എന്തുകൊണ്ട് ഹരിച്ചാ മതി? 6നെ 128 കൊണ്ട് ഹരിച്ചാ മതി. ഓക്കെ, 6നെ 120, അതായത് ഹരിക്കാൻ വേണ്ടി നമ്മൾ 1.28ന്റെ പോയിന്റിനെ മറക്കുകയാണ് കുറച്ചു നേരത്തേക്ക്. 6നെ 128 കൊണ്ട് ഹരിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഉത്തരം 0.046 എന്നിങ്ങനെ പോവും. ഓക്കെ, 0.46 എന്നിങ്ങനെ പോവും. അപ്പൊ അതില് 2 സ്ഥാനം അല്ലെങ്കിൽ നിങ്ങൾ ഹരിച്ചത് 128 കൊണ്ടായതുകൊണ്ടാണ് 0.046 എന്ന് കിട്ടുന്നത്. അപ്പൊ നമ്മൾ ശരിക്കും ഹരിക്കാമോ? ഹരിക്കാം. മിസ് അതിന് മുമ്പ് ഇതും ഒന്ന് ചെയ്യണേ. ഏതാണ്? എന്താണ് അത്? നമ്മൾ ചെയ്തതാണല്ലോ അല്ലേ ഓൾറെഡി. സോറി, അത് മറ്റേ 6 കിട്ടിയെന്ന് പറഞ്ഞത് എനിക്ക് ഇപ്പോഴും ക്ലിയർ ആയില്ല. 0.06 അതിനെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഡെസിമൽ ഉള്ള സംഖ്യ, അതായത് 0.01നെ നിങ്ങൾ 10 കൊണ്ട് ഗുണിച്ചാൽ 10ന് ഒരു 0 എന്നുള്ളത് കൊണ്ട് ഈ സാധനം 0.1 എന്നായിട്ട് മാറും. അതായത് ഇവിടെ ഉണ്ടായിരുന്ന പോയിന്റ് ഒരു സ്ഥാനം ഇങ്ങോട്ട് നീങ്ങും, എന്നിട്ട് അത് 0.1 എന്നാവും. നിങ്ങൾ 100 കൊണ്ടാണ് ഗുണിക്കുന്നെങ്കിൽ ആ ഡെസിമല് 0.01ന്റെ ഡെസിമല് 100ന് 2 0 ആയതുകൊണ്ട് 2 സ്ഥാനം ഇങ്ങോട്ട് നീങ്ങും. അപ്പൊ അതെന്തായി? ഇപ്പുറത്തുള്ള 0 ഒക്കെ കട്ടായി പോയിട്ട് 1.00 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ഒരു പൂർണ്ണസംഖ്യ അല്ലേ? സെയിം പരിപാടി ഇവിടെ സംഭവിച്ചു. 0.06നെ നിങ്ങൾ 100 കൊണ്ട് ഗുണിക്കുന്നു. 100ന് 2 0 ഉള്ളത്. ആ 2 0 ഉള്ളത് കൊണ്ട് ഈ 2 ഡെസിമല് ഇങ്ങോട്ട് ചാടിയിട്ട് ഇവിടെ ഉണ്ടായിരുന്ന പോയിന്റ് എവിടെ നിൽക്കും? 6ന്റെ അപ്പുറം വന്ന് നിൽക്കും. എന്ന് പറഞ്ഞാൽ ഇതൊക്കെ കട്ടായി 6.00 ആയി. വിച്ച് മീൻസ് ആ ഒരു പൂർണ്ണസംഖ്യ ആണെന്നല്ലേ? കത്തിയോ? ഓക്കെ. യെസ്. ഇനി നോക്കി 6നെ 1.28 കൊണ്ടല്ലേ ഹരിക്കേണ്ടിയിരുന്നത്, 1.28 കൊണ്ട് ഹരിക്കുന്ന പ്രോസസ്സ്. അപ്പൊ 6നെ ഒരു ഡെസിമൽ ഉള്ള സംഖ്യ കൊണ്ട് ഹരിക്കുന്നതിലെ ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? 6നെ 128 ബ്രേക്ക് ഉണ്ടോ? കേൾക്കുന്നില്ല മാം. 60 ആക്കും. 60 ആക്കിയ സമയത്ത് ബ്രേക്ക് വന്നിനു. അതായത് 6നെ 128 കൊണ്ട് ഹരിക്കുമ്പം 6ന്ന് 128 പോവില്ല നമുക്കറിയാം. നമ്മൾ എന്ത് ചെയ്യും? പോയിന്റ് ഇട്ടിട്ട് ഇതിനെ 60 ആക്കും. അപ്പോഴും നമുക്കറിയാം 60ന്ന് 128 പോവില്ല. ആ ശൂന്യത കാണിക്കാൻ വേണ്ടി നമ്മൾ ഇവിടെ ഒരു 0 ഇടും. എന്നിട്ട് എന്ത് ചെയ്യും? ഇതിനെ 600 ആക്കി കൊടുക്കും. 600ന്ന് എത്ര 128 പോകും നോക്കിയാൽ മതി. 600ന്ന് 128 എന്ന് പറഞ്ഞാൽ 130നോട് അടുത്ത സംഖ്യയാണ്. 130നോട് അടുത്ത് 2 തൊട്ട് എടുക്കുമ്പോൾ അത് 260 അങ്ങനെ ഒരു 4 തൊട്ട് എടുത്തു കഴിഞ്ഞാൽ 2 260 2 260 എന്ന് പറയുമ്പോൾ 400ഉം 500 ഏകദേശം 600ന്റെ അടുത്തേക്ക് അങ്ങോട്ട് എത്തും. നമുക്കൊന്ന് ചെയ്ത് നോക്കാം. 128നെ 4 വട്ടം എടുക്കാൻ പറ്റുമോ എന്നുള്ളത്. 8 4 32 3 4 2 8 11 ബാക്കി 1 4 512. ഇനി 128 എടുത്താൽ 600ന്റെ അപ്പുറം പോകും. അപ്പൊ 4 വട്ടം എടുത്താൽ അത് എന്തായി? 512 എന്ന് കിട്ടി. ഓക്കെ, ഇനി 10ന്ന് 2 പോയാൽ 8, 9ന്ന് 1 പോയാൽ 8, 88. 88ന്ന് 128 എടുക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അതിനെ 880 ആക്കും. ഓക്കെ, അപ്പം 512ലേക്ക് ഒരു 202 വട്ടം 128 എടുക്കുമ്പോൾ ഒരു 100 ഓക്കെ ഒരു 6 വട്ടം തന്നെ പോകും തോന്നുന്നു അല്ലെ? 128 × 6 8 6 48 4 ബാക്കി 6 2 12ഉം 4 16 ബാക്കി 1 768. ഇനി 128 എടുത്താൽ അത് 800ന്റെ അപ്പുറം പോകും. അപ്പൊ ഒരു 6 പ്രാവശ്യം എടുക്കുമ്പോൾ അത് എന്തായി? 768 10ന്ന് 8 പോയാൽ 2, 7ന്ന് 6 പോയാൽ 1, 8ന്ന് 7 പോയാൽ 1, 112 എന്ന് കിട്ടും. ഓൾമോസ്റ്റ് നമുക്കൊരു 3 ഡെസിമലിൽ വെച്ച് നിർത്താം. 0.046 എന്നുള്ള രീതിയിൽ കിട്ടും. ഇനി അടുത്തും കൂടി ചെയ്യണം, വേണമെങ്കിൽ അടുത്ത കൂടി ചെയ്യാം അല്ലെ? 112 പോവില്ല. നമ്മൾ അതിനെ എന്താക്കി? 1120 ആക്കും. 1120 എന്ന് പറയുമ്പോൾ 1000ന്ന് 128 10 പ്രാവശ്യം എടുക്കുമ്പോൾ 1280 അത്ര വേണ്ട. 9 പ്രാവശ്യം എടുക്കുന്ന സമയത്ത് 1120 നിൽക്കൂല, 8 കിട്ടും തോന്നുന്നു അല്ലെ? 8 8 64
6 ബാക്കി 8 2 16 16ഉം 6 30 36ഉം 6ഉം 22 2 ബാക്കി 8 2 10 1024. ഇനി 128 എടുത്തു കഴിഞ്ഞാൽ അത് 1120 അപ്പുറം പോകും. ഇപ്പം 0.0468 എന്ന് കിട്ടി. പക്ഷെ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. നമ്മൾ ശരിക്കും 128 കൊണ്ടല്ല 1.28 കൊണ്ടാണ് ഹരിച്ചത് എന്നുള്ളൊരു പരിപാടി അവിടെ കിടക്കുന്നുണ്ട്. ഓക്കെ, 1.28 കൊണ്ടാണെന്നുള്ളത്. അപ്പം ആ ഒരു സംഭവത്തെ അല്ലെങ്കിൽ ആ ഒരു സാധനത്തെ കാണിക്കാൻ വേണ്ടി 2 സ്ഥാനം മാറ്റി പോയിന്റ് ഇടുക എന്നുള്ളൊരു സംഭവം, അതായത് 0.0468 എന്നുള്ള സംഖ്യയെ ശരിക്കും നമ്മൾ 1.28 കൊണ്ടാണ് ഹരിച്ചെന്നുള്ളത് 1.28, 2 ഡെസിമല് മാറി 2 സ്ഥാനമുണ്ട്. അപ്പൊ ഇവിടെ നിങ്ങൾ ഇട്ട പോയിന്റിനെ നിങ്ങൾ ഇവിടുന്ന് വലിച്ചിട്ട് 2 സ്ഥാനം അപ്പുറം കൊണ്ടിടണം എന്ന് പറഞ്ഞാൽ 4.68 ആയിട്ട് മാറും. കത്തിയോ? ഹരിക്കണ പ്രോസസ് കത്തിയോ? യെസ്. ഇനി 4.68 ഓപ്ഷനിൽ ഉണ്ടോ നോക്കിയാൽ മതി. ഇപ്പൊ ഓപ്ഷനിൽ നോക്കുമ്പോൾ 4.68 ഇല്ല, 4.4 ഉള്ളൂ. പക്ഷെ നിങ്ങൾ കാണുന്നുണ്ടാവും ഈ എല്ലാ ഓപ്ഷന്റെ സൈഡിലും, ഓക്കെ, എല്ലാ ഓപ്ഷന്റെ സൈഡിലും നിങ്ങളൊരു ചിഹ്നം കാണുന്നുണ്ടാവും. ഇങ്ങനെയുള്ളൊരു ചിഹ്നം കണ്ടോ? എല്ലാ ഓപ്ഷന്റെയും സൈഡില് ആ ചിഹ്നത്തിന് മാത്സിൽ അർത്ഥം അപ്രോക്സിമേഷൻ എന്നാണ്. ഓക്കെ, ആ ചിഹ്നത്തിന് മാത്സിൽ അർത്ഥം അപ്രോക്സിമേഷൻ എന്നാണ്. ആ അപ്രോക്സിമേറ്റ്ലി 4.4, ഏകദേശം 4.4 എന്ന് പറയുമ്പോൾ 4.68 നമുക്ക് ഈക്വേറ്റ് ചെയ്തെടുക്കാം. ഓക്കെ, ഓപ്ഷൻ ബി ആയിരിക്കും ഏറ്റവും അടുത്തത് എന്നുള്ളത്. പെർ ക്യാപിറ്റ ഇൻകം എന്താ എനിക്ക് മനസ്സിലായില്ല എന്തുകൊണ്ടാ ചോദിച്ചതെന്ന്. പെർ ക്യാപിറ്റ ഇൻകം ഓൾറെഡി നമുക്ക് ടേബിളിൽ തന്നിട്ടുണ്ടല്ലോ. നമ്മളോട് പോപ്പുലേഷന്റെ പെർസെന്റേജ് ഓഫ് ഇൻക്രീസ് ആണ് ചോദിച്ചത്. നമ്മൾ ഈ 0.468 എന്നുള്ളതിനാണോ ഈ 4.4 ആക്കിയിട്ട് ഇതാക്കിയത്? എന്താ അങ്ങനെ? അതെ, 0.0468 എന്നുള്ളത് 6നെ 128 കൊണ്ട് ഹരിച്ചപ്പോൾ കിട്ടിയ ഉത്തരമാണ്. പക്ഷെ ശരിക്കും നമ്മൾ 6നെ 1.28 കൊണ്ടായിരുന്നു ഹരിക്കേണ്ടിയിരുന്നത്. അപ്പൊ നമ്മൾ ആ കിട്ടിയ ഉത്തരത്തിൽ ആ 0.28ന്റെ ഇമ്പാക്ട് കാണിക്കണം. അങ്ങനെ കാണിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ആ 2 സ്ഥാനം മാറിയുള്ള ഡെസിമലിനെ അവിടെ കാണിക്കണം. അപ്പൊ ഓൾറെഡി ഇപ്പുറത്തുള്ള പോയിന്റിനെ 2 സ്ഥാനം മാറ്റി ഇങ്ങോട്ട് ഇട്ട് കൊടുക്കണം. അപ്പൊ അതെന്തായി? 4.68. അതാണ് ശരി ഉത്തരം, കറക്റ്റ് ഉത്തരം, ഇത് എക്സാക്ട് ഉത്തരം. പക്ഷെ ഓപ്ഷൻ്റെ അകത്ത് എന്താ ഉള്ളത്? ഓപ്ഷൻ്റെ അകത്തുള്ള എല്ലാ ഉത്തരങ്ങളും അപ്രോക്സിമേഷൻ ആണ്, ഏകദേശമാണ്. അപ്പൊ 4.68 എന്നുള്ള ശരി ഉത്തരത്തിന്റെ കറക്റ്റ് ഉത്തരത്തിന്റെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഓപ്ഷനെ മാത്രം നിങ്ങൾ പിക്ക് ചെയ്താൽ മതി. നിങ്ങൾക്ക് കിട്ടിയ ഉത്തരത്തിന്റെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഓപ്ഷനെ പിക്ക് ചെയ്യുക എന്നുള്ളതാണ് ആ ചിഹ്നത്തിന്റെ അർത്ഥം. അപ്രോക്സിമേറ്റ്ലി, ഏകദേശം ഉത്തരമായി വരുന്ന ഓപ്ഷനെ പിക്ക് ചെയ്യൂ. ക്ലിയർ? മൂവ് ചെയ്യട്ടെ, നോക്കാം. അടുത്ത ചോദ്യമാണ് ദ പെനൾട്ടിമേറ്റ് ക്വസ്റ്റ്യൻ. Assuming that the per capita net national income grows beyond the year 2019-20 at the average annual rate of increase of the period 1516 to 1920, what will be its value in thousand at the end of the year 2021? പറയാണ്, നമ്മളെടുത്ത് തന്ന ഡാറ്റ 2015-16 മുതൽ 2019-20 വരെയുള്ളൂ. ചോദ്യം പറയാണ് അതിനുശേഷവും എന്തുണ്ട്? ഡാറ്റയുണ്ട് എന്ന് അസ്യൂം ചെയ്യാം. ബിയോണ്ട് ദ ഇയർ 1920, 1920 ശേഷവും അതിനപ്പുറത്തേക്കും ഡാറ്റയുണ്ട് എന്ന് സങ്കല്പിക്കുക. അങ്ങനെ സങ്കല്പിക്കുമ്പം തൊട്ടടുത്ത വർഷമായ 2021 എത്രയായിരിക്കും ശരിക്കും നെറ്റ് പെർ ക്യാപിറ്റ നെറ്റ് നാഷണൽ ഇൻകം എന്ന് കാണണമെങ്കിൽ ഏത് ഗ്രോത്തിലാണ് അത് പോണത് എന്നുള്ളത്, ഏത് പെർസെൻറ്റേജ് ഗ്രോത്തിലാണ് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഉണ്ടായത് എന്നുള്ളൊരു സങ്കല്പം നമുക്ക് വേണം. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഏകദേശം ശരാശരി ആവറേജ് എത്ര റേറ്റിലാണ് പെർ ക്യാപിറ്റ നാഷണൽ ഇൻക്രീസ് ഉണ്ടായിട്ടുള്ളത്, ആ ആവറേജ് റേറ്റ് ഓഫ് ഇൻക്രീസിൽ നമുക്ക് എന്ത് ചെയ്യണം? 2021 ഡാറ്റ കണ്ടുപിടിക്കാൻ പറ്റണം. അങ്ങനെയാണെങ്കിൽ ശരിക്കും 2021 പെർ ക്യാപിറ്റ എത്രയായിരിക്കും എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, അതിന് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, നമുക്ക് ആവറേജ്
ഇൻക്രീസ് കാണണം എന്നുള്ളതാണ്. ഓക്കെ, 2015-16 മുതൽ അവർ പറഞ്ഞിട്ടുണ്ട് 15-16 to 19-20 വരെയുള്ള കാലയളവിൽ ആവറേജ് ഇൻക്രീസ് എത്രയാണ് ഉണ്ടായത്, എത്ര ശതമാനമാണ് ഉണ്ടായത്, ആനുവൽ ഇൻക്രീസ് എത്രയാണ് ഉണ്ടായതെന്ന് കാണണം. അതിനെ വെച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, നമ്മളിവിടെ ആ പെർസെൻറ്റേജ് എടുത്തിട്ട് വേണം 2020-21 ഡാറ്റ എത്രയായിരിക്കും എന്നുള്ളത് അസ്യൂം ചെയ്യാൻ. ഇപ്പൊ നോക്കാം, നമുക്ക് അത് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളതാണ്. ഓക്കെ, എന്ത് ചെയ്യണം എന്നുള്ളതാണ് നോക്കാം നമുക്ക്. ഒന്ന് മ്യൂട്ട് ചെയ്യണ്ട, ചാർജർ കണക്ട് ചെയ്തോട്ടെ. ഓക്കെ, 2015-16-19-20 വരെയുള്ള ആ വർഷം വെച്ചാൽ ഇവിടെ മുതൽ ഈ മൊത്തം ഡാറ്റയുടെ പെർസെൻറ്റേജ് ഓഫ് ഇൻക്രീസ് ആവറേജ് എത്രയാന്ന് കാണണം. അപ്പൊ നമ്മൾ ഇത്ര ചെയ്താൽ മതി. എന്ത് 15-16 അതായത് ഏറ്റവും തുടക്കത്തിലുള്ള 15-16 ഏറ്റവും അവസാനത്തിലുള്ള 19-20 ഉണ്ടല്ലോ, അതിന് രണ്ടിനെയും മാനിപ്പുലേറ്റ് ചെയ്തിട്ട് എത്രയാണ് പെർസെൻറ്റേജ് ഓഫ് ഇൻക്രീസ് എന്ന് കാണാം. അതായത് 2015-16 ഓക്കെ 15-16 19-20 എന്ത് കാണാം, പെർസെൻറ്റേജ് ഓഫ് ഇൻക്രീസ് കാണാം. എന്നിട്ട് അതിന്റെ ആവറേജ് കണ്ടാൽ ആവറേജ് ആനുവൽ റേറ്റ് എത്രയാന്ന് കിട്ടും. ഓക്കെ, അപ്പൊ 15-16 19-20 പെർസെൻറ്റേജ് ഇൻക്രീസ് കാണാൻ ന്യൂ വാല്യൂ മൈനസ് ഓൾഡ് വാല്യൂ ഡിവൈഡഡ് ബൈ ഓൾഡ് വാല്യൂ ഇൻറ്റു 100 എന്നുള്ള ഇക്വേഷൻ ആണ്. ന്യൂ വാല്യൂ എന്ന് പറഞ്ഞാൽ ഏറ്റവും പുതിയ ഡാറ്റ 19-20 ഡാറ്റയാണ്. അപ്പോഴും മറന്നു വരുത്, പെർ ക്യാപിറ്റയാണ്, ഈ കോളത്തെയാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പൊ 132 ന്യൂ വാല്യൂ 132 മൈനസ് 15-16 95 ഡിവൈഡഡ് ബൈ ഓൾഡ് വാല്യൂ 95 ഇൻറ്റു 100. 132 നിന്ന് 95 കുറച്ച് കിട്ടിയ ഉത്തരത്തെ 100 കൊണ്ട് ഗുണിച്ച് 95 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന ഉത്തരം 38.94 എന്നായിരിക്കും. ഇത് പെർസെൻറ്റേജ് ഓഫ് ഇൻക്രീസ് ആയിട്ടുള്ളൂ. ഓക്കെ, അതായത് എത്ര വർധനവ് ഉണ്ടായി എന്നുള്ളതിന്റെ ശതമാനമേ ആയിട്ടുള്ളൂ. നമുക്ക് ആനുവൽ ആവറേജ് റേറ്റ് ഓഫ് ഇൻക്രീസ് ആണ് വേണ്ടത്. അപ്പൊ നമ്മൾ ഇപ്പൊ കണ്ടുപിടിച്ച റേറ്റ് ഓഫ് ഇൻക്രീസിനെ എന്ത് ചെയ്യുക, അതിന്റെ ആവറേജ് കാണാം. ആവറേജ് എന്ന് പറഞ്ഞാൽ എത്ര വർഷത്തെ ഡാറ്റയാ, 1, 2, 3, 4, 5 വർഷത്തെ ഡാറ്റയാണ്. ഈ 38.94 5 കൊണ്ട് ഹരിക്കുക, ടോട്ടൽ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഒബ്സർവേഷൻ, ആ സാധനമാണ്. ഓക്കെ, 38.94 5 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഉത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7.78% എന്നായിരിക്കും. ശതമാനമാണ് കേട്ടോ അതൊക്കെ, ഓൾ ദീസ് ആർ ശതമാനങ്ങൾ. 7.78% എന്നായിരിക്കും. എന്ന് പറഞ്ഞാൽ എല്ലാ വർഷവും ശരാശരി 7.78% വർധനവ് ഉണ്ടാവുന്നുണ്ട് എന്നർത്ഥം. അപ്പൊ തൊട്ടടുത്ത വർഷമായിട്ട് ഇപ്പൊ ലാസ്റ്റ് പറഞ്ഞത്, അതായത് എല്ലാ വർഷവും ആവറേജ് ശരാശരി 7.78% വർധനവ് പെർ ക്യാപിറ്റ നെറ്റ് നാഷണൽ ഇൻകത്തിൽ ഉണ്ടാവുന്നുണ്ട് എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. ക്ലിയർ? ഓക്കെ, അപ്പൊ സ്വാഭാവികമായും തൊട്ടടുത്ത വർഷത്തെ ഡാറ്റയിലും ഈ 7.78 വർധനവ് തന്നെയായിരിക്കും ഉണ്ടായിരിക്കുക എന്ന് നമ്മളോട് അസ്യൂം ചെയ്യാനാണ് ചോദ്യം പറഞ്ഞത്. അസ്യൂം ദാറ്റ്. ഓക്കെ, അപ്പൊ അതേ ശതമാനത്തിൽ തന്നെയാണ് മുമ്പോട്ട് പോകുന്നതെന്ന് അസ്യൂം ചെയ്യാനാ പറയുന്നത്. അപ്പൊ തൊട്ടടുത്ത വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഏറ്റവും അവസാനമായ 132 പ്ലസ് അതിന്റെ കൂടെ അതിന്റെ 7.78% അങ്ങോട്ട് കൂട്ടുക. അപ്പൊ എന്തായി, 2019 ഡാറ്റയായി. തൊട്ടടുത്ത അക്കാഡമിക് ഇയറിൽ സാമ്പത്തിക വർഷത്തെ ഡാറ്റയായി. 132 132ന്റെ 7.78% കൂട്ടുക എന്നുള്ളതാണ്. 132ന്റെ 7.78% എന്ന് പറഞ്ഞാൽ ഏകദേശം അതിന്റെ 8% എത്ര, നമുക്ക് റൗണ്ട് ചെയ്തെടുക്കാം. ഓക്കെ, റൗണ്ട് ചെയ്തെടുക്കാം. 132ന്റെ അപ്രോക്സിമേഷൻ എടുക്കാം നമുക്ക്. ഓക്കെ, അപ്പൊ ഏറ്റവും അടുത്ത സംഖ്യ ഏതാണെന്ന് നോക്കിയാൽ മതി. 132ന്റെ 7.8 നമുക്ക് റൗണ്ട് ചെയ്ത് 8% എന്നാക്കാം. 132ന്റെ 8% എത്രയാന്ന് നോക്കിയാൽ മതി. 132ന്റെ 1% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1.32 ആണ്. ഓക്കെ, അപ്പൊ അതിന്റെ 8% എന്ന് പറഞ്ഞാൽ 132ന് 8 കൊണ്ട് ഗുണിച്ച് 2 സ്ഥാനം മാറ്റി പോയിന്റ് ഇട്ടാൽ മതി. 8 2 10 0 ബാക്കി 1 8 2 16 8 2 16 ബാക്കി 1 3 24 1 25 ബാക്കി 2 1 8 8 8 2 10 1056 2 സ്ഥാനം മാറ്റി പോയിന്റ് ഇടുന്ന സമയത്ത് 10.56 എന്ന് പറഞ്ഞാൽ 132ന്റെ 8% എന്നാണ് 132നോട് 10.56 അല്ലെങ്കിൽ നമുക്ക് റൗണ്ട് ചെയ്ത് 11 എന്ന് വിളിക്കാം. 11 കൂട്ടിയതായിരിക്കും എന്ന് പറഞ്ഞാൽ 143. 2020-21
143 പെർ ക്യാപിറ്റ നാഷണൽ ഇൻകം. What is the relation between net national income and per capita net national income? Net national income എന്ന് പറഞ്ഞാൽ രാജ്യത്തിന്റെ മൊത്തം വരുമാനം. ഓക്കെ, അതിൽ ഞാനും നിങ്ങളും ഒക്കപ്പെടും. ഓക്കെ, പെർ ക്യാപിറ്റ നെറ്റ് നാഷണൽ ഇൻകം എന്ന് പറഞ്ഞാൽ നമ്മളിൽ ഒരാളുടെ വരുമാനം ശരാശരി എത്രയുണ്ട് എന്നുള്ളത്. അത് മൊത്തം വരുമാനത്തിനെ ജനസംഖ്യ കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന തുകയായിരിക്കും പെർ ക്യാപിറ്റ. ചോദിച്ച ആള് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇപ്പൊ കിട്ടിയ ഉത്തരം ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. 8% ചെയ്ത് ഒന്നും കൂടി പറയാമോ? 8% എന്ന് പറയുന്നത്, ഒരു മിനിറ്റ്, ഞാനൊരു 8:30 ഒരു ക്ലാസ് ഉണ്ടായിരുന്നു, അന്ന് 8:45 മെസ്സേജ് എടുത്തേ. 1 മിനിറ്റ് കേട്ടോ. ഓക്കെ, 8% 7.78 നമ്മൾ ചെയ്യാനുള്ള ഒരു എളുപ്പത്തിന് റൗണ്ട് ചെയ്തിട്ട് 8 എന്നാക്കി എടുക്കുന്നു. 132ന്റെ 8% കാണാന്ന് പറഞ്ഞാൽ ഏറ്റവും എളുപ്പമുള്ള വഴി 132ന്റെ 1% കണ്ടിട്ട് അതിന്റെ 8 മടങ്ങ് കാണുക എന്നുള്ളതാണ്. 132ന്റെ 1% എന്ന് പറഞ്ഞാൽ 1.32 ആയിരിക്കും. ഇത് 2 സ്ഥാനം ബാക്കോട്ട് വലിച്ച് പോയിന്റ് ഇട്ടാൽ മതി ഒരു സംഖ്യയുടെ 1% എത്രയാന്ന് കാണാൻ. അപ്പൊ 132ന്റെ 1% എന്ന് പറഞ്ഞാൽ 1.32 ആണ്. അതിന്റെ 8 മടങ്ങ് എന്ന് പറഞ്ഞാൽ 1.32നെ 8 കൊണ്ട് ഗുണിച്ചതാണ്. അതാണ് 10.56. അതിന് നമ്മൾ ചെയ്യാനുള്ള എളുപ്പത്തിന് റൗണ്ട് ചെയ്ത് 11 എന്ന് വിളിക്കുന്നു. ക്ലിയർ? ചോദിച്ചാള് ഓക്കെ. വേറെ എന്തെങ്കിലും ഡൗട്ട്? കുറച്ചൊരു സ്റ്റെപ്പ് കടന്നുള്ള ചോദ്യമായതുകൊണ്ട് ഏതാണ് എന്തോ ഡിഫിക്കൽട്ടി ഫീൽ ചെയ്യുന്നു ലാസ്റ്റ് വെച്ചിട്ട്. ഇതൊക്കെ ഓക്കെയാണ്. ലാസ്റ്റ് 8% കാണുന്നതാണോ? ആവറേജ് കണ്ടത് ഓക്കെ ആയി. അതായത് 7.78% കണ്ടത് വരെ ഓക്കെയാണ്. ഇനി ഈ 7.78% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം എന്താ? എല്ലാ വർഷവും ശരാശരി 7.78% എങ്കിലും വർധനവ് ഉണ്ടാവുന്നുണ്ട് എന്നാണ് ആ കോൺസെപ്റ്റിന്റെ അർത്ഥം. അപ്പൊ 2019-20 വരെയുള്ള ഡാറ്റ മാത്രം തന്ന ചോദ്യത്തില് 2021 അതിലില്ലാത്തൊരു ഡാറ്റ കണ്ടുപിടിക്കേണ്ടി വന്നാൽ, അങ്ങനെ പറഞ്ഞാൽ നമ്മൾ എന്തെടുക്കണം? എല്ലാ വർഷവും 7.7% വർധനവ് ഉണ്ടാവുന്നെങ്കിൽ 2020-21 വർധനവും 7.8% ആയിരിക്കും. എന്തിന്റെ 7.8%? തൊട്ട് മുമ്പത്തെ വർഷത്തിനേക്കാൾ അതിന്റെ 7.8%. തൊട്ട് മുമ്പത്തെ വർഷം 132 വാല്യൂ. അതിന്റെ 7.78% കൂടി കൂടണം. അപ്പൊ അതിന്റെ 7.8% കൊണ്ട് അതിന്റെ കൂടെ കൂട്ടി കൊടുക്കാം. നമ്മളിപ്പോ 38.94 കണ്ടെത്തിയില്ലേ? അതെന്തിനാ പിന്നെ കണ്ടെത്തിയിട്ട് അതിലേക്കല്ല ഇതാണ്? 38.94% ഓഫ് ഇൻക്രീസാ. ആവറേജ് പെർസെന്റേജ് ഓഫ് ഇൻക്രീസ് ആയില്ല. ആവറേജ് കാണാൻ 38.94 5 കൊണ്ട് ഹരിക്കണം. ആവറേജ് ആനുവൽ റേറ്റ് കാണാൻ, റേറ്റ് ഓഫ് ഇൻക്രീസ് കാണാൻ. അത് കണ്ടിട്ട് ചെയ്യണമെന്ന് ചോദ്യം പറഞ്ഞിട്ടുണ്ട്. അറ്റ് ദ ആവറേജ് ആനുവൽ റേറ്റ് ഓഫ് ഇൻക്രീസ്. അപ്പൊ നമ്മൾ ആവറേജ് ആനുവൽ റേറ്റ് ഓഫ് ഇൻക്രീസ് കാണണം. അങ്ങനെ കാണാൻ പെർസെന്റേജ് ഓഫ് ഇൻക്രീസിനെ വർഷങ്ങളുടെ എണ്ണം കൊണ്ട് ഹരിക്കണം. ക്ലിയർ? ഓക്കെ. അത് കണ്ടിട്ട് എന്താണ് പിന്നെ അതൊന്നും ആഡ് ചെയ്യണമെന്നില്ലല്ലോ ഇതിലേക്ക്? അതിലേക്ക് ആഡ് ചെയ്യുന്നില്ല. ആ 7.78% അത് നമ്മളെ ക്വസ്റ്റ്യനിൽ ഉണ്ടല്ലോ. 7.8 ക്വസ്റ്റ്യനിൽ ഇല്ല, നമ്മൾ കണ്ടുപിടിച്ചതാ. അതെങ്ങനെ കണ്ടുപിടിച്ചെന്ന് വെച്ചാല് അതെങ്ങനെ? പെർസെന്റേജ് ഓഫ് ഇൻക്രീസ് കണ്ടു, എന്നിട്ട് അതിന്റെ ആവറേജ് കണ്ടു. അതിന്റെ ആവറേജ് ആണ് 7.78%. പെർസെന്റേജ് ഓഫ് ഇൻക്രീസ് നമ്മൾ ഇതാ ഇവിടെ കണ്ടു, 132 - 95. അതിന്റെ ഉത്തരം 38.94 കിട്ടി. അതിന്റെ ആവറേജ് നമ്മൾ ഇവിടെ കണ്ടു, 5 കൊണ്ട് ഹരിച്ചു, എന്നിട്ട് നമുക്ക് 7.78 കിട്ടി. ഈ 7.78 എന്ന് പറയുന്നത് ആവറേജ് ആനുവൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്. ഓരോ വർഷവും 7.78% വർധനവ് ഉണ്ടാവുന്നുണ്ട് എന്നർത്ഥം വരുന്ന സാധനം. അപ്പൊ 2019-20 132 ഡാറ്റ എങ്കിൽ തൊട്ടടുത്ത വർഷമായ 2020-21 ഡാറ്റ നിങ്ങൾക്ക് കണ്ടുപിടിക്കണമെങ്കിൽ അതെന്തായിരിക്കും? എല്ലാ വർഷവും 7.5% വർധനവ് ഉണ്ടാവും എന്ന് പറഞ്ഞാൽ തൊട്ടടുത്ത വർഷവും 7.5% വർധനവ് തന്നെയായിരിക്കും. അത് 132 കൂട്ടുക. അതാണ് ഇവിടെ ചെയ്തത്. അപ്പൊ നമുക്ക് 143 കിട്ടി. അപ്പൊ ഓപ്ഷൻ ഡി ആണ് നമ്മൾ ഉറപ്പിച്ചു. കത്തിയോ പോയിഞ്ഞു. മോഡൽ ടെസ്റ്റ് തന്നേലേ? ഓ, മോഡൽ ടെസ്റ്റ് ഇന്നലെ തന്നതില്ലേ?
നേരെ 20 മീറ്റർ നടന്നു പിന്നെ വലത്തോട്ട് തിരിഞ്ഞു എന്ന് പറഞ്ഞ ആ ക്വസ്റ്റ്യനില് ആൻസർ കണ്ടുപിടിക്കുന്നത് ചോദ്യം കണ്ടിട്ടില്ല. മട്ടത്രികോണത്തിന്റെ ഇക്വേഷൻ വെച്ചാണോ? അറിയില്ല, ഞാൻ ചോദ്യം കണ്ടിട്ടില്ല, ഞാനല്ല ചോദ്യം ഉണ്ടാക്കിയത്. അല്ല, ആ ഏരിയ എന്നൊക്കെ ചോദ്യം വരുമോന്ന് അറിയാൻ വേണ്ടിട്ടാണ് ഞാൻ. ഇഷ്ടംപോലെ വരും. ഡയറക്ഷൻ ആണ് ആ ചോദ്യം, ടോപ്പിക് ഡയറക്ഷനിലെ ടോപ്പിക്കാ, ഡയറക്ഷനിലെ അഡ്വാൻസ്ഡ് ക്വസ്റ്റ്യൻ ആണത്. അത് ആ ഇക്വേഷൻ വെച്ചപ്പോഴാണ് അതിന്റെ ആൻസർ റെഡി ആയിട്ട് കിട്ടിയത്. അത് വരും. നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആ കാറ്റഗറിയിൽ ചെയ്യണ സമയത്ത് ആ ചോദ്യം ചെയ്യും, ആ ടൈപ്പ് ചോദ്യം ചെയ്യും. ഒരുപാടുണ്ട്. മറ്റേ എന്താ പറയാ, കർണം സ്ക്വയർ ഇസ് ഈക്വൽ ടു ലംബം സ്ക്വയർ പ്ലസ് പാദം സ്ക്വയറിന്റെ ഇക്വേഷൻ ഒക്കെ വരുന്ന സാധനങ്ങളൊക്കെ ചെയ്യാനുണ്ട് ഡയറക്ഷന്റെ അകത്ത്. നമ്മൾ വളരെ ബേസിക്സ് മാത്രമേ സിലബസിൽ പറഞ്ഞിട്ടുള്ളൂ. എനിക്കിപ്പോഴും മനസ്സിലാവാത്ത എന്താ പറയാ മാം, ഈ 38.94 എങ്ങനെയാണ് പിന്നെ 7.78 കിട്ടിയത്? ആവറേജ് കണ്ടു, ടോട്ടൽ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഒബ്സർവേഷൻ. 38.94 പെർസെന്റേജ് ഓഫ് ഇൻക്രീസ് മാത്രമാണ്. അതിന്റെ ആവറേജ് കാണണമെങ്കിൽ നിങ്ങളുടെ എണ്ണം കൊണ്ട് ഹരിക്കണം. ഓക്കെ ഓക്കെ അതെ കൺഫ്യൂഷൻ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് ജമ്പ് ചെയ്യട്ടെ, വേറെ എന്തെങ്കിലും ഡൗട്ട്സ്? Okay, moving to the last question from the set. What is the percentage increase in per capita net national income during 5 years? അതായത് 2015, 16 to 19, 20 വരെയുള്ള എന്താ പറയാ ഡാറ്റ എടുക്കുമ്പം അതിന്റെ പെർ ക്യാപിറ്റ നെറ്റ് നാഷണൽ ഇൻകത്തിന്റെ പെർസെൻറ്റേജ് ഇൻക്രീസ് എത്രയാണ് എന്നുള്ളതാണ് നമ്മളെടുത്ത് ചോദിക്കുന്നത്. അപ്പോൾ ആനുവൽ ആവറേജ് ഓഫ്, അതായത് വാട്ട് ഇസ് പെർസെൻറ്റേജ് ഇൻക്രീസ് ഇൻ പെർ ക്യാപിറ്റ നെറ്റ് നാഷണൽ ഡ്യൂറിങ് 5 years എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ. ഇത് 5 വർഷം, ആ ഒരു പോർഷൻ ഉണ്ടല്ലോ, ആ ഒരു ഫ്രേസ്, ഈ 5 വർഷ കാലയളവിൽ എത്ര ശതമാന വർധനവാണ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത്. അപ്പൊ നമ്മളെടുത്ത് പറഞ്ഞ 15, 16 എടുക്കണം, 19, 20 എടുക്കണം എന്നാണ് നമ്മളെടുത്ത് പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം പെർസെൻറ്റേജ് ഓഫ് ഇൻക്രീസിന്റെ ചോദ്യം വന്നു കഴിഞ്ഞാൽ അവിടെ വേണ്ടത് ന്യൂ വാല്യൂ മൈനസ് ഓൾഡ് വാല്യൂ ഡിവൈഡഡ് ബൈ ഓൾഡ് വാല്യൂ ഇൻറ്റു 100 എന്നുള്ള ഇക്വേഷൻ അപ്ലൈ ചെയ്യലാണ് നമുക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പൊ ഈ 2015, 16 പെർ ക്യാപിറ്റ നാഷണൽ ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 95ആണ്. നേരെ മറിച്ച് 19, 20 വരുന്ന സമയത്ത് അത് എന്തായി, 132 ആയിട്ട് മാറി. ഓക്കെ, 132 ആയിട്ട് മാറി. അപ്പം ഈ ഒരു 5 വർഷ കാലയളവിനകത്തുള്ള ആ ഒരു ഡാറ്റയുടെ വാല്യൂ കാണുക എന്നുള്ളതാണല്ലോ നമ്മൾ ചെയ്യേണ്ടത്. ഇത് ശരിക്കും നമ്മൾ എവിടെ ചെയ്തിട്ടുണ്ടെന്നറിയോ? തൊട്ട് മുമ്പത്തെ ക്വസ്റ്റ്യനിൽ നമ്മൾ ചെയ്തു വെച്ച സാധനതാ. 5ാമത്തെ ചോദ്യം നമ്മൾ ഒന്നും ചെയ്യാനില്ല, 4ാമത്തെ ചോദ്യത്തിൽ നമ്മൾ കണ്ടുപിടിച്ച് വെച്ച സാധനമാണ്. 2015, 16, 19, 20 പെർസെൻറ്റേജ് ഓഫ് ഇൻക്രീസ് എത്രയാണ്? ഈ സ്റ്റേജിലുള്ള ഉത്തരമാണ് ഇവിടെ വേണ്ടത്. 132 ന്യൂ വാല്യൂ 132 മൈനസ് ഓൾഡ് വാല്യൂ ഡിവൈഡഡ് ബൈ ഓൾഡ് വാല്യൂ ഇൻറ്റു 100 എന്ന് പറയുന്ന സാധനം തൊട്ട് മുമ്പത്തെ ചോദ്യത്തിൽ ചെയ്താണ്. ഒന്നും ചെയ്യാനില്ലാത്ത ക്വസ്റ്റ്യൻ ആണത്. കറക്റ്റ് നമ്മൾ തൊട്ട് മുമ്പത്തെ ചോദ്യത്തിൽ ചെയ്തു വെച്ചൊരു സാധനം. ഞാൻ ഓർക്കായിരുന്നു ഇത് നമ്മൾ എവിടെയോ ചെയ്തല്ലോ എന്നുള്ളത്. ഓക്കെ, അപ്പം ഇവിടെ ഈ ഒരു പോർഷനിലും, അതായത് 4ാമത്തെയും 3ാമത്തെയും നമ്മൾ എത്ര സമയം എടുത്തു? 3ാമത്തിൽ നമ്മൾ ഒരുപാട് സമയം എടുത്തിട്ടുണ്ട്, പോപ്പുലേഷൻ കണ്ടു. 4ാമത്തെയും 3ാമത്തെയും ചോദ്യത്തിൽ നമ്മൾ ഒരുപാട് സമയം എടുത്തു എന്ന് മനസ്സിലാക്കിയിട്ട് 5ാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ വെറുതെ ഇരുന്നോ എന്നുള്ള ടൈപ്പ് സാധനം NTA ശരിക്കും കൺസിഡർ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പം ചെയ്യണ സമയത്ത് ഇങ്ങനെ ഓർമ്മയുണ്ടാവും നമ്മൾ എന്തൊക്കെ എങ്ങനെ. അത് ഞാൻ പറഞ്ഞ് ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഡാറ്റയുടെ ചോദ്യങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ അവിടെയും ഇവിടെ എഴുതരുത്, കൃത്യമായിട്ട് 1, 2, 3 ക്വസ്റ്റ്യൻ നമ്പർ ഇട്ടിട്ട് വൃത്തിയായിട്ട് എഴുതുക. നമ്മൾ കണ്ടുപിടിച്ച സാധനങ്ങളൊക്കെ പല ചോദ്യങ്ങളിലും ആവർത്തിച്ച് വേണ്ടി വരുന്ന സാധനങ്ങളായിരിക്കും. ഓക്കെ, തൊട്ട് മുമ്പത്തെ ക്വസ്റ്റ്യൻ വൃത്തിക്ക് നമ്മൾ എഴുതി വെച്ചിട്ടില്ലെങ്കിൽ ഈ ക്വസ്റ്റ്യൻ നമ്മൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യണം. ക്ലിയർ ആയോ? ഈ 5 ചോദ്യങ്ങളും ഓക്കെ ആണോ? യെസ്. അടുത്ത ദിവസത്തേക്ക് ചെയ്യാനുള്ള, അടുത്ത ക്ലാസ്സിലേക്ക് ചെയ്യാനുള്ള ചോദ്യം ഞാൻ തരാം. നിങ്ങൾ ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തോളൂ കേട്ടോ. സ്ക്രീൻഷോട്ട് എടുത്ത ഒന്ന് തംസ് അപ്പ് ചെയ്യാണ്. ദിസ് ഇസ് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദിസ് ഇസ് ദ സെക്കൻഡ് വൺ, തേർഡ് വൺ, ഫോർത്ത് വൺ, ഫിഫ്ത്ത് വൺ. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഈ ചോദ്യങ്ങൾ ചെയ്യാം. ഇപ്പൊ നമ്മൾ ചെയ്തതിനേക്കാൾ കുറച്ചും കൂടി ഒരു ആലോചിക്കേണ്ട ഒരു ചോദ്യമാണ്. നമ്മൾ പഠിച്ച പ്രോഫിറ്റ് ആൻഡ് ലോസിന്റെ അതിൻ്റെ അകത്ത് വന്നിട്ടുള്ള കോൺസെപ്റ്റുകളാണ് ഈ ഒരു ഡാറ്റയിൽ ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ എത്രയാണ്? ഓക്കെ, എനിവേ താങ്ക് യു, ഗുഡ് നൈറ്റ്.